ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചേമ്പിൻ്റെ ഇല വെച്ചുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ കുറച്ച് ചേമ്പിൻ്റെ ഇല പറിച്ചെടുക്കുന്നുണ്ട്. നല്ല തളിരില നോക്കിയിട്ട് വേണം പറിച്ചെടുക്കാൻ. പിന്നെ വേണ്ടത് കുറച്ച് ചീനിമുളകാണ്. അപ്പോൾ കുറച്ച് ചീനിമുളകും പറിച്ചെടുക്കുന്നുണ്ട്. ചീനിമുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ആയാലും മതി. ഈ ചീനിമുളക് എന്ന് പറയുന്നത് കാന്താരി മുളകിനെയാണ് കേട്ടോ. അപ്പോൾ അതും കുറച്ച് പറിച്ചെടുക്കുന്നുണ്ട്. ഇത് ചെറിയ ചീനിമുളകാണ്, പക്ഷെ നന്നായിട്ട് എരിവുണ്ട്. അപ്പോൾ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. അതിനുശേഷം ചേമ്പിൻ്റെ ഇല നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കുക. എന്നിട്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി തണ്ടും ഇലയും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. ഇതൊരു അടിപൊളി കറിയാണ്. ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാവും. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ച ചേമ്പിൻ്റെ ഇലയും തണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒട്ടും വെള്ളം ആഡ് ചെയ്യുന്നില്ല. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് പ്രോട്ടീനുകളുടെ കലവറയാണ് ചേമ്പിൻ്റെ ഇല. ഇത് തൊടിയിൽ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നതുകൊണ്ട് ചിലവരൊന്നും ഉപയോഗിക്കുകയില്ല. പക്ഷേ ഇത് കഴിക്കുന്നതുകൊണ്ട് ശരീരത്തിന് നല്ലൊരു ഗുണങ്ങളേറെയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഭക്ഷണത്തിൽ ഒന്ന് ഉൾപ്പെടുത്താൻ ശ്രമിക്കൂ. ഇതിൽ തീരെ കൊളസ്ട്രോൾ ഇല്ലാത്തതുകൊണ്ട് കൊളസ്ട്രോൾ ഉള്ളവർ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ മലബന്ധം അകറ്റാൻ നല്ലതാണ് ഇത്. ഹൃദയത്തിന് നല്ലതാണ്. പിന്നെ അനീമിയയ്ക്ക് നല്ലൊരു പരിഹാരം കൂടിയാണ് ചേമ്പിൻ്റെ ഇല കഴിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ചേമ്പിൻ്റെ ഇലയും തണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 20 ചെറിയ ഉള്ളിയും ഒരു 10 ചീനിമുളകും എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിലാണ് ചതച്ചെടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ചേമ്പിൻ്റെ ഇല മുക്കാൽ ഭാഗത്തോളം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. വെണ്ണ പോലെ വെന്ത് വരണം, എന്നാലാണ് കറക്റ്റ് ടേസ്റ്റ് ഇതിന് കിട്ടുള്ളൂ. ഇതപ്പോൾ ഇവിടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചേമ്പിൻ്റെ ഇലയും തണ്ടും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ വെന്ത് വരണം. നല്ല വെണ്ണ കണക്കി വെന്ത് വരണം, എന്നാൽ മാത്രമേ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ചൂടുള്ള ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മാത്രം മതി. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്